500 മുതലാളി, രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. ആരാധൻ മനസ്സിലായില്ല. ഞാനാണ് ഈ പഴയ സിനിമയിലൊക്കെ ഓടി വന്ന് കാര്യം പറയുന്ന ആള്. ഓടി വന്നിന്റെ ക്ഷീണം മാറിയെങ്കിൽ നീന് കാര്യം പറയടാ. പട്ടാപ്പകല് കോഴിയെ മോഷ്ടിച്ചോണ്ട് പോവാൻ കള്ളനിറങ്ങി. കള്ളനോ? പുള്ളി എന്തോ മന്ത്രം പറയുമ്പോ കോഴിയൊക്കെ പുള്ളിയുടെ പുറകെ പോവുക. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ പോവുക. എടോ അതിന് താനെന്തിനാടോ പോന്ന്? ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ കോഴി എന്നാണ് എല്ലാരും പറയുന്നത്. പിടിച്ചോണ്ട് പോയാ പോയില്ലേ? മണ്ടൻ, മരമണ്ടൻ. കോഴിയാണെന്ന് പറഞ്ഞിട്ട് നടന്നു പോന്നോ? പറന്നു പോടാ. എന്നാലും ഏതായിരിക്കും ആ കോഴിക്കള്ളൻ? വൃത്തികെട്ട കോഴികൾ ചുമ്മാ ഒരു സ്റ്റൈലിന് ബബ്ബ വെച്ചതാ. കോഴിയൊക്കെ പുറകെ പോന്നു. ഭാഗ്യത്തിന് ഈ മുറ്റത്തോട്ട് കയറി വന്നില്ല. എങ്കിലേ തന്റെ പുറകെ വന്നിട്ടുള്ള എല്ലാ കോഴികളും പെടക്കോഴികളാടോ. അതാ ഈ മുറ്റത്തെ കാലുകുത്തായിരുന്നത്. അതെന്താടോ അങ്ങനെ? ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് താൻ കണ്ടില്ലേടോ? സ്ത്രീകൾക്ക് പ്രവേശനമില്ലെങ്കിൽ പിന്നെ തന്റെ ഭാര്യ എങ്ങനെയാടോ ഈ മുറ്റത്ത് വന്നത്? ആ സ്ത്രീ വന്ന് കയറിയതിന് ശേഷമാടോ ഞാൻ നരകിച്ചത്. അതിന് ശേഷമാ ഞാൻ ഈ ബോർഡ് വെച്ചത്. അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാടോ? ഞാൻ ചാക്കോ മാഷ്. അല്ല, താൻ ജനിച്ചപ്പോ തന്റെ പേരിന്റെ കൂടെ ഈ മാഷെന്നുണ്ടായിരുന്നോടോ? മിസ്റ്റർ അഞ്ഞൂറാൻ, എന്നെ കളിയാക്കിയാലുണ്ടല്ലോ. 500ആണോ? 500 മുതലാളിനെ വിളിക്കടോ. അതെന്താ? താൻ ജനിച്ചപ്പോ തന്നെ തന്റെ പേരിന്റെ കൂടെ മുതലാളി ഉണ്ടായിരുന്നോ? 500 ആയത് ഭാഗ്യം. 1000 വല്ലോ ആയിരുന്നെങ്കിൽ നിരോധിച്ചപ്പോ അങ്ങ് പോയേനെ. നെഗറ്റീവ് അടിക്കാതെ വന്ന കാര്യം പറയടോ. ഞാൻ ചാക്കോ മാഷ്, ആമത്തോടിന്റെ അച്ഛൻ. ആമത്തോടോ? അതല്ല, ആടുതോമയുടെ അച്ഛൻ. എടോ, ആടുതോമയുടെ അച്ഛൻ ഫുൾ കൈയില് ഇടാറുള്ളത്. ഇതെന്താടോ ഹാഫ് കൈ? വെട്ടി. ഷർട്ടിന്റെ കൈ മകൻ വെട്ടി മാറ്റി. അങ്ങനെയാണെങ്കിൽ തനിക്ക് ഒരു ഫുൾ കൈ മേടിച്ചിടാൻ പാടില്ലേടോ? നോ, ഞാൻ ഫുൾ കൈ ഇട്ടാൽ ഇനിയും അവൻ വെട്ടും. അതിനകത്തെങ്ങാനും എന്റെ കൈ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? A+B² = A²+2AB + B². ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാ. മറക്കണോടോ? എന്തൊക്കെയാടോ ഞാൻ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി എന്റെ കൺമുമ്പിൽ കിടന്ന് പടഞ്ഞ് മരിച്ചാ മറക്കണോടോ? അല്ല, താനെന്തിനാ ഇപ്പൊ ഈ ഡയലോഗ് പറഞ്ഞത്? താൻ തന്റെ പഞ്ച ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ എന്റെ പഞ്ച ഡയലോഗ് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഈ പുളിച്ച ഡയലോഗ് കേൾപ്പിക്കാൻ വേണ്ടിയാണോ എന്നോട് വരാൻ പറഞ്ഞത്? അല്ലടോ, തന്റെ മകൻ ആടുതോമയെ ഈ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാനാ ഞാൻ തന്നെ വിളിപ്പിച്ചു. അവനെന്തിനാ ഇവിടെ വന്നേ? ആനപ്പാറയിൽ അച്ചമ്മക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാ. ഇപ്പൊ അത് എനിക്ക് വലിയ പണിയായടോ. അതെങ്ങനെയാ? അച്ചാമ്മയുടെ കൊണ്ടുപോയ തോമ മുണ്ട് പറിച്ചടിച്ച് ഡബിൾ മുണ്ട് മേടിച്ചു കൊടുത്ത് ഞാനിപ്പോ ഒറ്റത്തോർത്ത് കൊടുക്കേണ്ട അവസ്ഥയാടോ. പോരാത്തതിന് മുട്ടനാടിന്റെ ചങ്കിലെ ചോര വേണമെന്നും പറഞ്ഞ് ആടിനെ മേടിക്കാൻ ഞാനിപ്പോ ലോൺ എടുക്കേണ്ട അവസ്ഥയായി. അതുകൊണ്ട് ആ കുരുത്തം കേട്ടവന് ഇവിടുന്ന് വിളിച്ചോണ്ട് പോടോ. വേണ്ട, അവനെ എനിക്ക് വേണ്ട. കാരണം വരുന്ന 10-ാം തീയതി എന്റെ ജാൻസി മോളുടെ കല്യാണം. അപ്പൊ തീർച്ചയായിട്ടും താൻ തന്റെ മോനെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇല്ല, അവനെ ഞാൻ ആ പരിസരത്ത് കാലുകുത്തിക്കത്തില്ല. എടോ, അവൻ നല്ല പയ്യനാ. അവന്റെ കഴിവ് താൻ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ താൻ തട്ടുംപുറത്ത് കയറി നോക്കണം. എടോ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വരെ അവനെ വലിയ കാര്യമാടോ. അതുകൊണ്ടാ അവൻ 4K വരെ വന്നത്. എടോ, കൊണ്ടുപോടോ അവനെ. എടോ, എന്റെ ATM ന്ന് പൈസ എടുത്തിട്ട് എനിക്ക് തന്നെ ചെലവ് ചെയ്യാൻ നോക്കുന്നു. അവനെ ഞാൻ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. മര്യാദക്കാനെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഈ 500 ആരാണെന്ന് താൻ അറിയും. വെറുതെ പ്രശ്നമാക്കുക. താൻ ഇതൊരു വിഷയമാക്കി മാറ്റരുത്. അവന്റെ ചെലവിനുള്ള കംപ്ലീറ്റ് കാശും ഞാൻ തരാം.
അത് കൊള്ളാം. താൻ എനിക്കൊരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു ഉപകാരം ചെയ്യാം. എന്തുപകാരം? തന്റെ മോളുടെ കല്യാണം ഞാൻ നടത്തി തരാടോ. ബബ്ബബ്ബബ്ബ. എന്റെ മോളുടെ കല്യാണം നടത്താൻ എനിക്കറിയാം. എങ്കിൽ തന്റെ മോളുടെ കല്യാണം താൻ വിളിച്ചില്ലെങ്കിലും ഞാൻ വരുവോടോ. അതെന്തിനാ? ഈ കല്യാണ സദ്യ എന്ന് പറഞ്ഞാ എനിക്കൊരു വീക്ക്നെസ് ആടോ. ഒരു കല്യാണത്തിന് സദ്യയേക്കാൾ പ്രാധാന്യം കണക്കിനാ, കണക്ക് കൂട്ടല്ല. അങ്ങനെയാണെങ്കിൽ 225 + 75 + 200 കൂട്ടി പറയടോ. 500. സ്വന്തം പേര് പോലും കണക്കൂട്ടി പറയാൻ മേലാത്ത താൻ എവിടുത്തെ 500 നിക്കണം. എന്റെ മകൻ ഇവിടെ തന്നെ നിക്കണം. ഞാൻ പോവാ. എടോ, തന്റെ മകനും കണക്കും തമ്മില് എന്താടോ ബന്ധം? അവനും താനും കണക്കിൽ വട്ട 0 ഓട്ടക്കാരനാ. അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ. എസ്കേപ്പ്.